മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും വിപ്ലവം സൃഷ്ടിച്ച സംവിധായകർ ആരൊക്കെയാണ്? ഒരുപാട് പേരുകൾ ഉയർന്നു വന്നേക്കാം. ശശികുമാർ, അടൂർ ഗോപാലകൃഷ്ണൻ, ഭരതൻ, പത്മരാജൻ, ഫാസിൽ, അങ്ങനെ ഒരുപാട് പേർ വന്നേക്കാം. പക്ഷെ വർഷത്തിൽ 8ഉം 10ഉം സിനിമകൾ ചെയ്യുമ്പോഴും ഒരു സിനിമയുടെ പോലും ഗുണനിലവാരം താഴെ പോകാതെ കാത്തു സൂക്ഷിച്ച് സിനിമകൾ സംവിധാനം ചെയ്ത സംവിധായകൻ ആരാണ്? എത്ര വലിയ ആൾക്കൂട്ടം ഷൂട്ട് ചെയ്താലും ഓരോ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വരെ മുഖത്തെ വികാര പ്രകടനങ്ങളും അവരുടെ ചലന തുടർച്ചയും പ്രധാന കഥാപാത്രത്തിന്റെ വികാരഭാവവും ചേർത്ത് ചാലിച്ചിണക്കി ഫ്രെയിം സെറ്റ് ചെയ്യുന്ന സംവിധായകന്റെ മിടുക്ക് വേറെ ആരിൽ കണ്ടിട്ടുണ്ട്? മമ്മൂട്ടിയുടെ താരപദവിയുടെ വളർച്ചയ്ക്കും മോഹൻലാലിന്റെ മികച്ച കഥാപാത്രങ്ങൾക്കും രാഷ്ട്രീയ സിനിമകളുടെ വളർച്ചയ്ക്കും അടിത്തറ പാകിയ സംവിധായകൻ ആരാണ്? ചരിത്ര സിനിമകൾ എടുക്കുമ്പോൾ അതിന്റെ വികാര തീവ്രത നഷ്ടപ്പെടാതെ അതിന്റെ യാഥാർത്ഥ്യ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയൊരു സംസ്കാരം സൃഷ്ടിച്ച സംവിധായകൻ ആരാണ്? ഉത്തരം ഒന്നേയുള്ളൂ, IV ശശി. പക്ഷെ ഒരു ചോദ്യമുണ്ട്. മലയാള സിനിമയുടെ രാജാവായിരുന്നു ഒരു കാലത്ത് IV ശശി. ഇപ്പോൾ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ആ മനുഷ്യനെ പുതിയ തലമുറ ഓർക്കുന്നുണ്ടോ? 1948 മാർച്ച് 28 കോഴിക്കോടിനടുത്തുള്ള വെസ്റ്റ് ഹില്ലിൽ ഒരു കുഞ്ഞു ജനിച്ചു. ഇരുപ്പം വീട്ടിൽ ശശിധരൻ. പിന്നീട് മലയാള സിനിമ അദ്ദേഹത്തെ 2 അക്ഷരങ്ങളിലൂടെ മാത്രം തിരിച്ചറിഞ്ഞു: IV ശശി. അദ്ദേഹം ജനിച്ചത് സിനിമാ കുടുംബത്തിലല്ല. അച്ഛൻ നിർമ്മാതാവായിരുന്നില്ല, ബന്ധുക്കൾ സിനിമാ താരങ്ങളുമായിരുന്നില്ല. അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു സ്വപ്നം മാത്രം: സിനിമ. അന്നത്തെ കുട്ടികൾ സിനിമ കാണാൻ പോകുമായിരുന്നു. പക്ഷെ ശശി സിനിമ കാണാൻ മാത്രമല്ല പോയിരുന്നത്, സിനിമ നിരീക്ഷിക്കാനാണ് പോയിരുന്നത്. ഒരു രംഗം എങ്ങനെ ചിത്രീകരിച്ചു, ഒരു സെറ്റ് എങ്ങനെ ഉണ്ടാക്കി, ഒരു പോസ്റ്റർ ആളുകളെ തിയേറ്ററിലേക്ക് ആകർഷിക്കുന്നത് എങ്ങനെ, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ കൗതുകം. ചിത്രരചനയിലും ഡിസൈനിങ്ങിലും അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. ആ താല്പര്യമാണ് പിന്നീട് ജീവിതത്തിന്റെ ദിശ മാറ്റിയത്. മദ്രാസ് സ്കൂൾ ഓഫ് ആർട്സിൽ നിന്ന് ചിത്രകലയിൽ ഡിപ്ലോമ നേടിയ ശേഷമാണ് IV ശശി ചലച്ചിത്ര രംഗത്തേക്ക് വരുന്നത്. 1970കളിൽ ദക്ഷിണേന്ത്യൻ സിനിമയുടെ തലസ്ഥാനം ഒരേ ഒരു നഗരമായിരുന്നു, മദ്രാസ്. ശശിയും അവിടേക്ക് തന്നെ വണ്ടി കയറി. അദ്ദേഹം സിനിമയുടെ ഏറ്റവും താഴത്തെ പടിയിൽ നിന്നാണ് തുടങ്ങിയത്. ആർട്ട് ഡിപ്പാർട്ട്മെന്റിൽ സെറ്റുകൾ നിർമ്മിക്കുന്ന ജോലി, ഭിത്തിയുടെ നിറം മുതൽ ജനലിന്റെ സ്ഥാനം വരെ തീരുമാനിക്കുന്ന വിഭാഗം. ഇത് ചെറിയ ജോലിയായി തോന്നാം, പക്ഷെ പിന്നീട് IV ശശിയുടെ സിനിമകളിലെ ഫ്രെയിം നോക്കിയാൽ മനസ്സിലാകും, ഒരു ചിത്രകാരന്റെ കണ്ണാണ് അവയ്ക്കുണ്ടായിരുന്നത്. അത് യാദൃച്ഛികമല്ല, ആർട്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലഭിച്ച പരിശീലനമായിരുന്നു. IV ശശി ഒരു ഫിലിം സ്കൂളിലും പഠിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ സർവകലാശാല ഷൂട്ടിംഗ് ലൊക്കേഷനുകളായിരുന്നു. ക്യാമറാമാൻ എങ്ങനെ ചിന്തിക്കുന്നു, സംവിധായകൻ എന്തുകൊണ്ട് ഒരു ഷോട്ട് വീണ്ടും എടുക്കുന്നു, എഡിറ്ററെ മനസ്സിൽ കണ്ടുകൊണ്ട് ഷോട്ട് പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതെല്ലാം അദ്ദേഹം ദിവസങ്ങളോളം കണ്ടുപഠിച്ചു. ഇതിനിടെ 1968 AB രാജ സംവിധാനം ചെയ്ത കളിയല്ല കല്യാണം എന്ന സിനിമയിൽ കലാസംവിധായകനായി പ്രവർത്തിച്ചു. പിന്നീട് പല സംവിധായകരുടെയും സഹസംവിധായകനായി പ്രവർത്തിച്ചു. അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി: ഒരു സംവിധായകൻ കഥ മാത്രം അറിഞ്ഞാൽ പോരാ, ലൈറ്റിങ്ങും അറിയണം, എഡിറ്റിങ്ങും അറിയണം, അഭിനേതാക്കളുടെ മനഃശാസ്ത്രവും അറിയണം. അതുകൊണ്ടാണ് പിന്നീട് IV ശശിയുടെ സിനിമകൾക്ക് അസാധാരണമായ ഒരു ഒഴുക്ക് ലഭിച്ചത്. ഇതിനിടെ അദ്ദേഹം ഗോസ്റ്റ് ഡയറക്ടറായി ഒരു സിനിമ സംവിധാനം ചെയ്തു. അത് വലിയ വിജയമായിരുന്നു. ഒടുവിൽ അദ്ദേഹം കാത്തിരുന്ന ആ അവസരമെത്തി. ആദ്യ ചിത്രം ഉത്സവം. ഏത് സംവിധായകനും ആദ്യ സിനിമ ഒരു പരീക്ഷണമാണ്. ശശിക്കും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ആ ചിത്രം പ്രതീക്ഷിച്ച വിജയം നേടിയില്ല. സിനിമാ ലോകം വളരെ ക്രൂരമാണ്. ഒരു പരാജയം മതി, ഇയാളുടെ കാലം കഴിഞ്ഞു എന്ന് വിധിയെഴുതാൻ. ശശിയെക്കുറിച്ചും അങ്ങനെ പറഞ്ഞവരുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് അറിയില്ലായിരുന്നു, പരാജയം അദ്ദേഹത്തെ തകർത്തില്ല, മറിച്ച് കൂടുതൽ അപകടം ഏറ്റെടുക്കാൻ പഠിപ്പിച്ചു. ഇതിനിടെ അദ്ദേഹം വീണ്ടും ചില ചിത്രങ്ങൾ ചെയ്തു. 3 വർഷത്തിന് ശേഷം അദ്ദേഹം സംവിധാനം ചെയ്ത ഒരു സിനിമ കേരളത്തിലെ സദാചാര ചർച്ചകളെ തന്നെ ഇളക്കി മറിച്ചു. ആ സിനിമയുടെ പേര് അവളുടെ രാവുകൾ. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി A സർട്ടിഫിക്കറ്റ് നേടിയ സിനിമ. കപട സദാചാരവാദികളുടെ മുഖത്തടിച്ച അടിയായിരുന്നു IV ശശിയിൽ നിന്നും ആ ചിത്രം. അതൊരു ഹിറ്റ് സിനിമ മാത്രമായിരുന്നില്ല, IV ശശി എന്ന പ്രതിഭയുടെ പ്രഖ്യാപനമായിരുന്നു. ഒരു സംവിധായകനെ പ്രശസ്തനാക്കാൻ ഒരു ഹിറ്റ് സിനിമ മതി, പക്ഷെ ഒരു കാലഘട്ടത്തെ തന്നെ മാറ്റാൻ അതിനൊരു ധീരമായ തീരുമാനമാണ് വേണ്ടത്. അവളുടെ രാവുകൾക്ക് മുമ്പ് IV ശശി എന്ന പേര് സിനിമാ ലോകത്ത് കേൾക്കാൻ തുടങ്ങിയിരുന്നെങ്കിലും അദ്ദേഹം ആരാണെന്ന് മുഴുവൻ കേരളവും തിരിച്ചറിഞ്ഞിരുന്നില്ല. അപ്പോൾ അദ്ദേഹം ഒരു കഥ തിരഞ്ഞെടുത്തു. ആ കഥയിലെ നായിക ഒരു ഡോക്ടറോ അധ്യാപികയോ സമ്പന്ന കുടുംബത്തിലെ പെൺകുട്ടിയോ ആയിരുന്നില്ല. സമൂഹം കാണാൻ പോലും മടിച്ചിരുന്ന ഒരു സ്ത്രീ, ഒരു ലൈംഗിക തൊഴിലാളി. അന്നത്തെ മലയാള സിനിമയിൽ ഇത്തരമൊരു കഥാപാത്രത്തെ കേന്ദ്രമാക്കി ഒരു മുഖ്യധാരാ സിനിമ നിർമ്മിക്കുന്നത് വലിയ ധൈര്യമായിരുന്നു. തിരക്കഥാകൃത്ത് A ഷെരീഫിന്റെ കഥയെ IV ശശി അവതരിപ്പിച്ചത് ചർച്ചയ്ക്ക് വേണ്ടിയല്ല, മനുഷ്യന്റെ മാന്യതയെക്കുറിച്ചുള്ള ഒരു ചോദ്യമായിട്ടായിരുന്നു. ചിത്രത്തിൽ രാജി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സീമയായിരുന്നു. റിലീസിന്റെ ആദ്യ ദിവസങ്ങളിൽ ചിത്രത്തിന് മന്ദഗതിയിലുള്ള പ്രതികരണമായിരുന്നെങ്കിലും പിന്നീട് പ്രേക്ഷക പ്രതികരണം ശക്തമായി. വർഷത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായി അത് മാറി. പലരും ആ സിനിമയെ ബോൾഡ് എന്ന് വിളിച്ചു. പക്ഷേ IV ശശി അന്വേഷിച്ച അതിലും വലിയൊരു ചോദ്യമായിരുന്നു: ഒരു മനുഷ്യന്റെ തൊഴിൽ അയാളുടെ മാന്യത നിർണ്ണയിക്കുമോ? അതാണ് പ്രേക്ഷകരെ അസ്വസ്ഥരാക്കിയത്. അസൗകര്യമുണ്ടാക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ധൈര്യമാണ് വലിയ സംവിധായകരുടെ അടയാളം. ആ ചിത്രത്തിന് ശേഷം IV ശശി വെറും വാണിജ്യ സംവിധായകൻ എന്ന് വിളിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഒരു ട്രെൻഡ് സെറ്ററായി മാറുകയായിരുന്നു. IV ശശിയുടെ സിനിമകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു മുഖം വീണ്ടും വീണ്ടും മുന്നിൽ വരും: സീമ. അവൾ ഒരു നായിക മാത്രമായിരുന്നില്ല, അദ്ദേഹത്തിന്റെ സിനിമാ ഭാഷയുടെ ഭാഗമായിരുന്നു. അക്കാലത്ത് നായികമാർ
പലപ്പോഴും പ്രണയത്തിന്റെയോ പാട്ടുകളുടെയോ ചുറ്റുമൊതുങ്ങിയ കഥാപാത്രങ്ങളായിരുന്നു. പക്ഷേ ഐ വി ശശിയുടെ സിനിമകളിലെ സ്ത്രീകൾക്ക് തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു, പ്രതികരിക്കാൻ ധൈര്യമുണ്ടായിരുന്നു, അവർ കഥയെ മുന്നോട്ട് നയിക്കുന്നവരായിരുന്നു. പിന്നീട് ജീവിതത്തിലും ഐ വി ശശിയും സീമയും ഒന്നിച്ചെങ്കിലും അതിനു മുന്നേ തന്നെ അവർ മലയാള സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയമായ സംവിധായകൻ നടി കൂട്ടുകെട്ടുകളിൽ ഒന്നായി മാറിയിരുന്നു. പിന്നെ സംഭവിച്ചത് ഒരു വിസ്മയമായിരുന്നു. ഒരു സിനിമയുടെ വിജയം ചില സംവിധായകരെ ആത്മവിശ്വാസികളാക്കും, പക്ഷേ ഐ വി ശശി അത് കൂടുതൽ പരീക്ഷണങ്ങളിലേക്ക് നയിച്ചു. അദ്ദേഹം ഒരേ തരത്തിലുള്ള സിനിമകൾ ആവർത്തിച്ചില്ല. ഒരു പ്രണയകഥയ്ക്ക് ശേഷം ഒരു ആക്ഷൻ ചിത്രം, അതിനുശേഷം ഒരു സാമൂഹിക സിനിമ, പിന്നീട് ഒരു കുടുംബ നാടകം, അടുത്തതായി ഒരു രാഷ്ട്രീയ ചിത്രം. പ്രേക്ഷകർക്ക് അടുത്തതായി എന്ത് കിട്ടുമെന്ന് ഒരിക്കലും ഉറപ്പുണ്ടായിരുന്നില്ല. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി. ഇതിനിടെ ഐ വി ശശിയുടെ ജീവിതത്തിലേക്ക് പുതിയ ഒരാൾ കടന്നു വന്നു. തിരക്കഥാകൃത്ത് ടി ദാമോദരൻ. രണ്ട് വ്യത്യസ്ത ചിന്തകൾ ഒന്നിച്ചപ്പോൾ പുതിയൊരു ദിശാബോധം മലയാളത്തിന് കൈവന്നു. ആദ്യത്തെ വലിയ പൊട്ടിത്തെറി അങ്ങാടി. ജയൻ കേന്ദ്ര കഥാപാത്രമായ ഈ ചിത്രം വെറും ഒരു ആക്ഷൻ സിനിമയായിരുന്നില്ല. തൊഴിലാളികൾ, വ്യാപാര രാഷ്ട്രീയം, അധികാരം, ചൂഷണം ഇതെല്ലാം ജനകീയ വിനോദത്തിന്റെ ഭാഷയിൽ അവതരിപ്പിച്ച വൻ വാണിജ്യ വിജയമായിരുന്നു. ചിത്രം 125 ദിവസത്തിലേറെ പ്രദർശിപ്പിക്കപ്പെട്ടതും ആ വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നുവെന്നും വിലയിരുത്തപ്പെടുന്നു. അത് മലയാള സിനിമയ്ക്ക് ഒരു സന്ദേശമായിരുന്നു. ജനപ്രിയ സിനിമയ്ക്കും സമൂഹത്തെക്കുറിച്ചും സംസാരിക്കാം. ഐ വി ശശിയും ടി ദാമോദരനും വീണ്ടും ഒന്നിച്ചു. ഫലം ഈ നാട്. ഇതൊരു സാങ്കല്പിക രാഷ്ട്രീയ കഥയല്ലായിരുന്നു. കേരളത്തെ നടുക്കിയ വിഷമദ്യ ദുരന്തത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അധികാരവും അഴിമതിയും എങ്ങനെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ തകർക്കുന്നു എന്നത് തുറന്നു കാട്ടിയ ചിത്രമായിരുന്നു. ചിത്രം വിമർശനപരമായും വാണിജ്യപരമായും വിജയിച്ചു. ആ കാലത്ത് ഇത്തരമൊരു സിനിമ നിർമ്മിക്കുന്നത് വലിയ ധൈര്യമായിരുന്നു. പക്ഷേ ഐ വി ശശി ഒരിക്കലും സുരക്ഷിതമായ വഴിയിലൂടെ നടന്ന സംവിധായകനായിരുന്നില്ല. ഒരു സംവിധായകന്റെ ഏറ്റവും വലിയ കഴിവ് എന്താണ്? മികച്ച സിനിമകൾ എടുക്കുന്നതോ അതോ മറ്റാർക്കും കാണാത്ത ഒരു നടനെ കണ്ടെത്തി അയാളിലുള്ള സാധ്യത തിരിച്ചറിഞ്ഞ് ഒരു തലമുറയുടെ നായകനാക്കി മാറ്റുന്നതോ? ഐ വി ശശിയുടെ ജീവിതത്തിൽ ഈ ചോദ്യം ഒരു പേരിലേക്കാണ് എത്തുന്നത്: മമ്മൂട്ടി. 1980കളുടെ തുടക്കത്തിൽ മലയാള സിനിമയിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുകയായിരുന്നു. പഴയ സൂപ്പർ താരങ്ങളുടെ കാലം അവസാനത്തിലേക്ക് നീങ്ങുന്നു. പുതിയ തലമുറയിൽ അഭിനേതാക്കൾ ശ്രദ്ധ നേടി തുടങ്ങി. ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു മമ്മൂട്ടി. അഭിനയശേഷിയെക്കുറിച്ച് ആർക്കും സംശയമില്ലായിരുന്നു. പക്ഷേ ആ കഴിവിനെ ജനകീയ താരപദവിയുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്ന സംവിധായകർ വളരെ കുറവായിരുന്നു. ആ സാധ്യത ആദ്യം വ്യക്തമായി തിരിച്ചറിഞ്ഞവരിൽ ഒരാളായിരുന്നു ഐ വി ശശി. അദ്ദേഹം മമ്മൂട്ടി ഒരു ഹീറോയായി മാത്രമല്ല കണ്ടത്, ഓരോ കഥയ്ക്കും യോജിച്ച മനുഷ്യനായി കണ്ടു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സിനിമകളിൽ മമ്മൂട്ടിക്ക് ഒരേ മാതൃകയിലെ കഥാപാത്രങ്ങൾ ലഭിക്കാത്തത്. 1981 പുറത്തിറങ്ങിയ തൃഷ്ണയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രം പിന്നീട് അദ്ദേഹത്തിന്റെ അഭിനയ യാത്രയിൽ പലപ്പോഴും ഓർക്കപ്പെടുന്ന കഥാപാത്രങ്ങളിൽ ഒന്നായി. ഐ വി ശശിയും തിരക്കഥാകൃത്ത് ടി ദാമോദരനും വീണ്ടും ഒന്നിച്ചു. ഫലം ആവനാഴി. ഇത് വെറും ഒരു പോലീസ് സിനിമയായിരുന്നില്ല. നിയമം, അധികാരം, വ്യക്തിപരമായ ധാർമ്മികത ഇവയുടെ സംഘർഷമായിരുന്നു. മമ്മൂട്ടിയുടെ ബൽറാം എന്ന കഥാപാത്രം പ്രേക്ഷകർ ഏറ്റെടുത്തു. അതോടെ മലയാള സിനിമയിൽ ഒരു പുതിയ മാസ് നായകന്റെ രൂപം കൂടുതൽ ഉറപ്പിച്ചു. ഇന്ന് മലയാളത്തിലെ പോലീസ് സിനിമകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആവനാഴിയെ ഒഴിവാക്കാൻ കഴിയാത്തത് അതുകൊണ്ടാണ്. ഐ വി ശശിയുടെ സിനിമകൾ എന്തുകൊണ്ട് വ്യത്യസ്തമായിരുന്നു? അദ്ദേഹത്തിന്റെ സിനിമകൾ വീണ്ടും കണ്ടാൽ ഒരു കാര്യം മനസ്സിലാകും: അവയിൽ അനാവശ്യമായ നാടകീയത കുറവാണ്. ക്യാമറ കഥാപാത്രങ്ങൾക്കൊപ്പം സഞ്ചരിക്കും, ലൊക്കേഷനുകൾക്ക് ജീവൻ നൽകും. ഒരു മാർക്കറ്റ് ആണെങ്കിൽ അത് യഥാർത്ഥ മാർക്കറ്റായി തോന്നും. ഒരു ഗ്രാമമാണെങ്കിൽ അത് സ്റ്റുഡിയോ സെറ്റ് അല്ല, ജീവിക്കുന്ന ഒരു ഗ്രാമമായി അനുഭവപ്പെടും. ഇത് അദ്ദേഹത്തിന്റെ ആർട്ട് വിഭാഗത്തിലെ അനുഭവവും യാഥാർത്ഥ്യബോധത്തോടുള്ള സമീപനവും ചേർന്നുണ്ടാക്കിയ ശൈലിയായിരുന്നു. അതിനിടെ ഐ വി ശശി തന്റെ കരിയറിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് ഏറ്റെടുത്തു. മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കിയ ഒരു ചരിത്ര സിനിമ 1921. ചരിത്രത്തെ സിനിമയാക്കുക എളുപ്പമല്ല, കാരണം പ്രേക്ഷകരുടെ വികാരങ്ങളും ചരിത്രത്തിന്റെ സങ്കീർണതയും ഒരുപോലെ കൈകാര്യം ചെയ്യണം. ഈ ചിത്രത്തിൽ അദ്ദേഹം യുദ്ധരംഗങ്ങൾ മാത്രം കാണിച്ചില്ല, ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ഭയവും പ്രതീക്ഷയും വിശ്വാസവും കൂടി അവതരിപ്പിക്കാൻ ശ്രമിച്ചു. ഇന്നും മലയാളത്തിലെ പ്രധാന ചരിത്ര ചിത്രങ്ങളുടെ പട്ടികയിൽ 1921 ഇടം പിടിക്കുന്നത് അതുകൊണ്ടാണ്. മൃഗയ എന്ന ചിത്രം നോക്കൂ. അപരിഷ്കൃതനായ ഒരു വേട്ടക്കാരനായ മനുഷ്യന്റെ കഥ, സംസ്കാരവും പ്രകൃതിയും തമ്മിലുള്ള സംഘർഷം. ഒരു സംവിധായകൻ എന്ന നിലയിൽ ഐ വി ശശിയുടെ മറ്റൊരു ശക്തി ഇവിടെയും കാണാം: നടന്മാരിൽ നിന്ന് അവരുടെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്ന് പുറത്തെടുക്കാനുള്ള കഴിവ്. ഒരു കാര്യം പലരും ശ്രദ്ധിക്കാറില്ല: ഐ വി ശശി ഒരിക്കലും ഒരു ശൈലിയിൽ കുടുങ്ങിയ സംവിധായകനായിരുന്നില്ല. രാഷ്ട്രീയ സിനിമകൾ ചെയ്തു, ആക്ഷൻ സിനിമകൾ ചെയ്തു, കുടുംബകഥകൾ പറഞ്ഞു, ചരിത്രം പറഞ്ഞു, മനഃശാസ്ത്രപരമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. വിപണി ആവശ്യപ്പെടുന്നതും കല ആവശ്യപ്പെടുന്നതും തമ്മിൽ ഒരു സമതുലനം കണ്ടെത്താൻ അദ്ദേഹം നിരന്തരം ശ്രമിച്ചു. അതാണ് അദ്ദേഹത്തെ 5 പതിറ്റാണ്ടിലേറെ പ്രസക്തനാക്കി നിലനിർത്തിയത്. 1990കളുടെ തുടക്കം ഐ വി ശശി ഇതിനോടകം മലയാള സിനിമയിലെ ഏറ്റവും വിശ്വസനീയനായ വാണിജ്യ സംവിധായകരിൽ ഒരാളായി മാറിക്കഴിഞ്ഞിരുന്നു. ഒരു നിർമ്മാതാവിന് സുരക്ഷിതമായ കൈ, ഒരു നടന് മികച്ച കഥാപാത്രം ലഭിക്കാനുള്ള പ്രതീക്ഷ, ഒരു പ്രേക്ഷകന് പണം മുടക്കിയതിന്റെ മൂല്യം ലഭിക്കുമെന്ന വിശ്വാസം. താരങ്ങളുടെ മുഖം മാത്രം നോക്കാതെ സംവിധായകൻ ഐ വി ശശി എന്ന ബ്രാൻഡ് കണ്ടുകൊണ്ട് തിയേറ്ററിൽ കയറുന്ന പ്രേക്ഷകർ. ഈ വിശ്വാസം ഒരു ദിവസം കൊണ്ടുണ്ടാക്കിയതല്ല, 15 വർഷത്തിലേറെ നീണ്ട കഠിനാധ്വാനത്തിന്റെ ഫലമായിരുന്നു അത്. 1993 മലയാള സിനിമയ്ക്ക് ഒരു കഥാപാത്രം ലഭിച്ചു: മംഗലശ്ശേരി നീലകണ്ഠൻ. അത് വെറും ഒരു നായക കഥാപാത്രമായിരുന്നില്ല, അഹങ്കാരവും ആത്മാഭിമാനവും ഏകാന്തതയും സ്നേഹവും ഒരുമിച്ച് വഹിക്കുന്ന ഒരു മനുഷ്യൻ. തിരക്കഥാകൃത്ത് രഞ്ജിത്തിന്റെ എഴുത്തും ഐ വി ശശിയുടെ സംവിധാനവും ചേർന്നപ്പോൾ ഈ കഥാപാത്രത്തിന് ജീവൻ ലഭിച്ചു. ഈ സിനിമയിൽ ഏറ്റവും ശ്രദ്ധേയമായത് അതിന്റെ വേഗമല്ല, അതിന്റെ ക്ഷമയാണ്. ഓരോ കഥാപാത്രത്തിനും ശ്വസിക്കാൻ സമയം നൽകുന്ന അവതരണം, ഓരോ നിശബ്ദതയ്ക്കും അർത്ഥം നൽകുന്ന ഫ്രെയിമുകൾ, ഓരോ സംഘർഷത്തിനും വൈകാരിക ഭാരം നൽകുന്ന
എഡിറ്റിംഗ്. അതാണ് ദേവാസുരത്തെ ഒരു സാധാരണ വാണിജ്യ സിനിമയിൽ നിന്ന് ഒരു ക്ലാസിക് ആക്കി മാറ്റിയത്. IV ശശിയുടെ സിനിമകളെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. അദ്ദേഹം ഒരിക്കലും ക്യാമറ കൊണ്ട് പ്രേക്ഷകനെ വിസ്മയിപ്പിക്കാൻ ശ്രമിച്ചിരുന്നില്ല. അദ്ദേഹം കഥാപാത്രങ്ങളെ കൊണ്ടാണ് പ്രേക്ഷകരെ പിടിച്ചിരുത്തിയത്. അതിനാലാണ് അദ്ദേഹത്തിന്റെ സിനിമകളിൽ വില്ലന്മാർ പോലും ഓർമ്മിക്കപ്പെടുന്നത്, സഹനടന്മാർക്കും വ്യക്തിത്വം ഉണ്ടാകുന്നത്. ഒരു രംഗത്തിൽ 5 പേരുണ്ടെങ്കിൽ ആ 5 പേരും ജീവിക്കുന്ന മനുഷ്യരായി തോന്നുന്നത്. ഇതാണ് അദ്ദേഹത്തിന്റെ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. മനുഷ്യന്റെയും സമൂഹത്തിന്റെയും കഥ പറഞ്ഞ സംവിധായകനായിരുന്നു IV ശശി. ആദ്യ ചിത്രമായ ഉത്സവത്തിൽ തികച്ചും സാമൂഹ്യ പ്രാധാന്യമുള്ള വിഷയമാണ് അവതരിപ്പിച്ചത്. 2 തുരുത്തുകളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നമായിരുന്നു അത്. തുടർന്ന് അദ്ദേഹത്തിൽ നിന്നുണ്ടായ 150ഓളം സിനിമകൾ സമൂഹത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നതായി. സിനിമയുടെ ആദ്യത്തെയും അവസാനത്തെയും ഉടമസ്ഥൻ സംവിധായകനാണെന്നായിരുന്നു IV ശശിയുടെ പക്ഷം. പ്രമുഖ സാഹിത്യകാരന്മാരുടെ രചനകളും പുതിയ എഴുത്തുകാരുടെ രചനകളും ഒരുപോലെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിനായി. MT യോടും T ദാമോദരനോടും ലോഹിദാസിനോടും ഹരിഹരനോടും ഒക്കെ 100% നീതി പുലർത്തി. MT യും T ദാമോദരനുമായിരുന്നു ശശിയുടെ ഇഷ്ട എഴുത്തുകാർ. 80കളിലെ സൂപ്പർ ഹിറ്റ് സിനിമകളെല്ലാം ഈ കൂട്ടുകെട്ടിലാണ് പിറന്നത്. MT യുമായി ചേർന്നുണ്ടായ ആൾക്കൂട്ടത്തിൽ തനിയെ, അഭയം തേടി, ആരുടം, അനുബന്ധം, ഇടനിലങ്ങൾ, അടിയൊഴുക്കുകൾ തുടങ്ങിയ ചിത്രങ്ങൾ വ്യക്തികേന്ദ്രീകൃതമായ സിനിമകളായിരുന്നെങ്കിലും സമൂഹത്തിന്റെ പൊരുത്തക്കേടുകളാണ് തുറന്നു കാട്ടിയത്. ഓരോ സംവിധായകനും ഒരു ദിവസം ക്യാമറ താഴെ വെക്കേണ്ടി വരും. IV ശശിക്കും അങ്ങനെ ഒരു ദിവസം വന്നു. 2000 കാലഘട്ടത്തിലെത്തിയപ്പോൾ മലയാള സിനിമയുടെ മുഖം മാറി. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ വന്നു, പുതിയ സംവിധായകർ വന്നു, കഥ പറച്ചിലിൻ്റെ രീതികൾ എല്ലാം മാറിക്കൊണ്ടിരുന്നു. ചെറിയ ബഡ്ജറ്റിലുള്ള സിനിമകൾ ചർച്ചയായി. പ്രേക്ഷകരുടെ പ്രതീക്ഷയും മറ്റു തരത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഈ മാറ്റത്തിനിടയിലും IV ശശി സിനിമകൾ സംവിധാനം ചെയ്യുന്നത് തുടർന്നു. ചില സിനിമകൾ പ്രതീക്ഷിച്ച വിജയം നേടിയില്ല, ചിലത് ശ്രദ്ധിക്കപ്പെട്ടു. പക്ഷേ ചിലതിന്റെ കരിയർ അളക്കേണ്ടത് അവസാന വർഷങ്ങൾ കൊണ്ടല്ല. 1975 മുതൽ ഏകദേശം 3 പതിറ്റാണ്ടിലേറെ നീണ്ട അദ്ദേഹത്തിന്റെ സൃഷ്ടിപരമായ സ്വാധീനമാണ് യഥാർത്ഥ അളവുകോൽ. IV ശശി എന്താണ് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചത്? അദ്ദേഹം നമുക്ക് ഹിറ്റ് സിനിമകൾ തന്നു, പക്ഷെ അതിനേക്കാൾ വലിയ ചില കാര്യങ്ങളും തന്നു. വാണിജ്യ സിനിമയ്ക്കും സാമൂഹിക വിഷയങ്ങൾ സംസാരിക്കാമെന്ന് അദ്ദേഹം തെളിയിച്ചു. രാഷ്ട്രീയ സിനിമകൾക്കും ജനപ്രീതി നേടാമെന്ന് തെളിയിച്ചു. വലിയ താരങ്ങളുള്ള സിനിമയിലും കഥയാണ് യഥാർത്ഥ നായകൻ എന്ന് കാണിച്ചു തന്നു. ഒരു സംവിധായകൻ ഒരൊറ്റ ശൈലിയിൽ ഒതുങ്ങേണ്ടതില്ലെന്നും അദ്ദേഹം തെളിയിച്ചു. ആക്ഷൻ, പ്രണയം, ചരിത്രം, കുടുംബം, രാഷ്ട്രീയം, മനഃശാസ്ത്രം, ഏത് വിഭാഗത്തിലും അദ്ദേഹം സ്വന്തം ഉപ്പ് പതിപ്പിച്ചു. അക്കങ്ങൾ ചിലപ്പോൾ കഥ പറയാറുണ്ട്. മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലുമായി 125-ൽ പരം ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു. 2017 ഒക്ടോബർ 24 ക്യാമറ നിശബ്ദമായി. IV ശശി അന്തരിച്ചു. ഒരു വാർത്ത, ചില മിനിറ്റുകൾക്കുള്ളിൽ മലയാള സിനിമ മുഴുവൻ അത് ഏറ്റെടുത്തു. എല്ലാവരുടെയും ഓർമ്മകളിൽ ഒരു പൊതുകാര്യം തെളിഞ്ഞു. അദ്ദേഹം ഒരു സംവിധായകൻ മാത്രമായിരുന്നില്ല, അദ്ദേഹം പലർക്കും അവസരം നൽകിയ മനുഷ്യനായിരുന്നു. പുതിയ മുഖങ്ങളെ വിശ്വസിച്ച സംവിധായകനായിരുന്നു. വലിയ താരങ്ങളെ പോലും കഥാപാത്രങ്ങൾക്കനുസരിച്ച് മാറ്റാൻ കഴിഞ്ഞ സംവിധായകനായിരുന്നു. മമ്മൂട്ടിയുടെ വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ, 1980കളിലെ വാണിജ്യ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ, രാഷ്ട്രീയ സിനിമകളെ കുറിച്ച് പറയുമ്പോൾ, 1921 കുറിച്ച് പറയുമ്പോൾ, ദേവാസുരത്തെ കുറിച്ച് പറയുമ്പോൾ എവിടെയെങ്കിലും IV ശശിയുടെ പേര് വീണ്ടും ഉയർന്നു വരും. അതൊരു യാദൃച്ഛികതയല്ല, അത് അദ്ദേഹത്തിന്റെ സ്വാധീനത്തിന്റെ തെളിവാണ്. അദ്ദേഹം ക്യാമറയ്ക്ക് പിന്നിൽ നിന്നാണ് ജീവിച്ചത്, പക്ഷെ അദ്ദേഹത്തിന്റെ ഫ്രെയിമുകൾ ഇന്നും മുന്നിൽ നിന്ന് ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ മലയാള സിനിമയുടെ ചരിത്രമെഴുതുന്ന ഓരോ സന്ദർഭത്തിലും ഒരിടത്ത് 2 അക്ഷരങ്ങൾ തെളിഞ്ഞു വരും: IV ശശി.